എന്താ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിന്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ച് മതിക്കും. അനിതേ, അമ്മയെ വിളിക്ക്. നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളെ ജർമ്മനി പോകുന്നു. എന്താ പ്രതിഭ? അമ്മ ഇവൻ ജർമ്മനിക്ക് പോകുന്നു, നഴ്സിന്റെ പണിക്ക്. വിസയ്ക്ക് 3 ലക്ഷം രൂപ വേണോ അത്രേ. ഈശ്വരാ, നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാതെ. നിനക്ക് എന്തു പറ്റി പ്രകാശ? തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി. അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളമേ കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പൊ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുട്ടുകാർ തല്ലി ഓടിക്കും. ഞാൻ 4 കാലം എഴുതാൻ അമ്മയ്ക്ക് കാണണം. നീ 2 കാലിൽ നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? 4 കാലം ഒരു ചേഞ്ച് അല്ലടാ. ഒന്നിനും പണ്ടേ സംസ്കാരമില്ല. എടാ, ബൈക്ക് വെച്ചാലും പിന്നെ വേണ്ട പണം. കിട്ടുന്നതാവട്ടെ. എടാ, നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടി ലോട്ടറി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്കൊരു പ്രശ്നമാണോ? 10 പൈസ കിട്ടില്ല. അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ. എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എടാ, നമ്മുടെ ആ മാവുങ്കല കേശവന്നേരല്ലേ, ആ, പുള്ളി തരും. പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നം. ഈട് കൊടുക്കാൻ വീടും സ്ഥലവും ഒക്കെ കൂട്ടുസ്വത്താ. അമ്മ ഇത് തരില്ല. പക്ഷേ കേശവന്നാര് വീണ വായിക്കണം. ഇവന് പ്രാണവേദനല്ലേ. ഈ വീണവാനിക്ക് പ്രാണവാനിക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്തെല്ലാരും കൂടെ? കേശവേട്ടനെ ഒന്ന് കാണാമെന്ന. അയ്യോ, ചേട്ടൻ മൂന്നാറി ഭൂമി കയ്യേറാൻ പോയേക്കുവാ. ഭൂമി കയറാൻ? അതെ. അവിടെ പോലീസൊക്കെ ഉണ്ടാവില്ലേ? റിസ്ക് അല്ലേ? ഏയ്, വലിയൊരു കുരിശും കൊണ്ടാ ചേട്ടൻ പോയേക്കുന്നത്. കയ്യേറിയ സ്ഥലത്ത് ഈ കുരിശ് നാട്ടിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച് അളിയനെ ചെന്ന് കാണാൻ വഴിയുള്ളൂ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലടാ. എന്നാലും ഒന്ന് മുട്ടി നോക്കാല്ലേ? മുട്ടി നോക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് കൊണ്ട് പോയിക്കോ. ഏതോ ഒരു കൃഷ്ണകുമാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ചേച്ചിയില്ലേ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. നീയായിരുന്നോ? ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോ തന്നെ കയറി വിളിച്ചതാ. സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിലച്ചൻ വന്നിരുന്നു. എന്തോ അനാഥ മന്ദിരം പണിയാണെന്ന് പറഞ്ഞിട്ട്. വസന്തയുടെ സ്വഭാവം അറിയാലോ, ചോദ്യമില്ല ഉത്തരവില്ല. അപ്പൊ തന്നെ 5 ലക്ഷം രൂപ എഴുതി കൊടുത്തു. ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഓ, എന്ത് സുഖം. ഈ വീടിന്റെ പണി കഴിയുന്നതിന് വരെ ഭയങ്കര ടെൻഷനാണ് എന്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ, കപ്പലിന്റെ മോഡലിലാണ് പണിയുന്നത്. വസന്തേണ്ണന് കപ്പൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ നിനക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ലേ? ചേച്ചിയുടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് ചേച്ചി. ഉഗ്രൻ ജോലി ജർമ്മനിയില്. പക്ഷെ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം. എങ്ങനെ? ഫിസിക്ക് കാശ് ശരിയായിട്ടില്ല. ഒരു 3 ലക്ഷം രൂപ കുറവുണ്ട്. ശമ്പളം കിട്ടിയ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു. പക്ഷെ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരായിരുന്നു? ഇന്നലെ എറണാകുളത്ത് നിൽക്കും. അത് എന്റെ കുറ്റാണോ? എടാ, ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചത്. കയ്യിലുണ്ടായിരുന്ന കാശ് എടുത്ത് അപ്പൊ തന്നെ അഡ്വാൻസും കൊടുത്തു. ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്. ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാർ മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില. എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. നടക്കില്ല പ്രകാശ. വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിൽ ഇട്ടേക്കുവാ. നീ ചെല്ല്. ലംബോർഗിനിയെ പറ്റിയാ നീ ബൈക്ക് വിറ്റുവല്ലേ? പിന്നെന്ത് ചെയ്യാൻ? അമ്മയെ ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ല ഇത്. നിന്നെ തീരെ വിശ്വാസമില്ലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് ശരിക്കും വിസ കിട്ടുമോ? എന്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ.
തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. അതും നീ പലതവണ ചെയ്തതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. വേറെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാണെങ്കിലും പ്രദീപന്റെ ഭാര്യ ഉണ്ടല്ലോ, നല്ല മനസ്സാ. നീ ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന അവക്ക്. പ്രദീപൻ അറിയാതെ അവളുടെ പേരിലുണ്ടായിരുന്ന ചിട്ടി പിടിച്ചു. ചുരിദാറും ഉടുപ്പുമൊക്കെ തയ്ച്ചു കിട്ടിയ കുറച്ച് പണം എന്റെയിലും ഉണ്ട്. താങ്ക് യു അമ്മേ. എത്ര കാണും? काम करने आया तो काम करो, मोबाइल में टाइम पास मत करो. दोबारा कंप्लेंट नहीं आना चाहिए, समझा? गोपाल जी मैं तो चुप रहो, सब जाओ, जाओ काम करो. ആ ഇതെങ്ങനെ ഇവിടെ? വണ്ടി കണ്ടപ്പോ തോന്നി ആളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. എന്താ പുതിയ തട്ടിപ്പ്? തട്ടിപ്പ്? ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ. വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു, പക്ഷെ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരാൻ എൻ്റെ ഇല്ല. ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വിറ്റു, അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പുറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലോ, ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരിമറി കൂടി വന്ന 1 മാസം, അപ്പോഴേക്കും പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞാൽ ഇറ്റലിക്കാരിങ്ങി വരുമല്ലോ. എന്റെ അച്ഛന് ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനെന്ന് ചെറിയ കുട്ടിയാണ്. അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ മലമ്പുഴ കാണാൻ പോവാൻ അന്ന് കാശ് തന്നത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും? ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്. ഔചിത്യം ഇല്ലാത്തവൻ അപ്പം തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്. ആ ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല. പുതിയല്ല. അല്ല, ഈ ടി വിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിലും കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവുമല്ലോ. എന്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവന്റെ വീട്ടിൽ കാണാം. അന്ന് കല്യാണത്തിന് വന്നപ്പോ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു 5-5 പവൻ കാണത്തില്ലേ? അത് നോക്കി വെച്ചു അല്ലേ? അത് വിറ്റാ 1 മാസത്തിനോ അതിനേക്കാളും നല്ലോണം വാങ്ങാം. അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്തതാ. പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടം ആയതുകൊണ്ട് പറയാ ഗോപാൽജി. ചേച്ചി അറിയാതെ എടുത്തു തരാൻ പറ്റൂ? അത് ശരി, മോഷണം. ഇതെങ്ങനെയാ മോഷണമാകുന്നത്? ഗോപാൽജി ഒന്ന് ആലോചിക്കും. സ്വന്തം ഗുരുനാഥന്റെ മകന്റെ ജീവിതമാണോ വലുത്, 1 മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണ്ണമാലയാണോ വലുത്? അതല്ല പ്രശ്നം, ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളൊരു ഭർത്താവാണോ? സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ? പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം. അത് മതി, അത് മതി. ഗോപിയേട്ടനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ബിന്ദൻപറയുടെ പാസ്പോർട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു. എപ്പോ വന്നു? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. വരുമ്പോ പടക്കം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ചായ തരുമോ? സാധാരണ ബുധനാഴ്ച വരാറില്ലല്ലോ. സത്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഫോട്ടോ അയച്ചു തരത്തില്ലായിരുന്നോ? ഫോട്ടോ പോലെയാണോ നേരിൽ കാണുന്നത്? അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞതോ? കൂട്ടത്തിൽ പാസ്പോർട്ട്? എന്താ ഒരു ശബ്ദം കേട്ടല്ലോ? നിന്റെ അച്ഛനും മതം പൊട്ടിയതാ. മതം പറഞ്ഞാൽ എന്താ വെച്ചാ? മതം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം. അതെങ്ങനാ പൊട്ടുന്നെ? നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്, എനിക്കൊന്ന് ഉറങ്ങണം. അച്ഛാ, ഒരു കാര്യം പറയട്ടെ. എന്ത്? ഇത്തവണ കന്യാകുമാരിയിലേക്കാ ഞങ്ങളുടെ എക്സ്കർഷൻ. അതിന്
അല്ല എവിടേക്കായാലും അതിനുള്ള ചെലവ് ഞാൻ തരും. പണ്ടുള്ള മലമ്പുഴയുടെ ഒരു കുരിശ് ഇതുവരെ തീർന്നിട്ടില്ല. തൽക്കാലം നീ ചെല്ല്, എനിക്കൊന്ന് ഉറങ്ങണം. ചായക്ക് മുമ്പ് ഇതങ്ങ് കഴിക്കാൻ. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നീ ഒരു സിനിമ കണ്ടിട്ട് നാളെത്രയായി? നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കുറുനരി. പോയി കണ്ടോളൂ. ഇപ്പോഴോ? ഫസ്റ്റ് ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പിള്ളേരെയും വിളിച്ചോ, എനിക്ക് ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. അത് ശരി. ഗോപിയേട്ടനില്ല സിനിമ കാണാൻ പോവാനോ? എന്താ പ്രശ്നം എന്നറിയോ? ഗോരഖ്പൂരിലെ തൊഴിലാളികൾ ട്രെയിൻ ഇറങ്ങിയത് പുലർച്ചെ 3 മണിക്കാ. എല്ലാത്തിനെയും ബാഗ് വെച്ച് ഉറക്കിയപ്പോഴേക്കും നേരം വെളുത്തു. ഞാൻ ഉറങ്ങിയില്ല. അവിടെ ഉറങ്ങും ബംഗാളികളുടെ ശല്യം. സിനിമയ്ക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ ബാധ്യത നടക്കട്ടെ. ഒരു മിനിറ്റ് ചായ എടുക്കട്ടെ. പഴമുണ്ടല്ലോ, ചായ വേണ്ട, ഞാൻ ഉറക്കട്ടെ. ഗോപിയേട്ടന് എന്ത് പറ്റി? വാതിലടയ്ക്കുന്നു, ചായ വേണ്ടെന്ന് പറയുന്നു. പുതിയ ശീലങ്ങളാണല്ലോ. നീ ഒന്ന് പോകുന്നുണ്ടോ? 3 ലക്ഷം കൃത്യമായിട്ടുണ്ട്. ഓ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. സിൽവിമോ വരാൻ വൈകിയപ്പോൾ ആകെ പേടിച്ചിരിക്കുമായിരുന്നു. കുറെ ബുദ്ധിമുട്ടി കാണുമല്ലേ? ഓ, ബൈക്ക് പറ്റൂ, പിന്നെ കുറച്ച് അമ്മ വന്നു. അല്ല, അനാഥ മന്ദിരത്തിലെ മദർ അമ്മ, അവര് ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്. അത് വിറ്റു. പിന്നെ ഞാനായതുകൊണ്ട് തിരിച്ചു ചോദിക്കില്ല. എന്നാലും എത്രയും വേഗം നമുക്ക് ഈ പണം തിരിച്ചു കൊടുക്കണം. അതിന് പ്രയാസമില്ലല്ലോ. ഇറ്റലിയിൽ നിന്ന് മാർഗരറ്റിങ് വന്നാ പോരെ? ആ മോളെ, പറ്റിയ ഇന്ന് തന്നെ ബാംഗ്ലൂർ പോവാ വിസ വാങ്ങാൻ. ശരി. അപ്പോഴേ സെൽവിമോനെ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 17-ാം തീയതി തന്നെ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാം. എല്ലാം കർത്താവിന്റെ കൃപ. മോൻ അകത്തോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കാം. അതെ, ഞാനേ രാവിലെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഒന്ന് അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകണം. പഴയൊരു ഫ്ലൈറ്റ് ഫ്രണ്ട് വരുന്നുണ്ട്. വൈകി ഞാൻ വിളിക്കാം. ഹലോ, എന്താ? ഒന്ന് ചുമ്മാ ഇരിക്കലേ. നെക്ലേസ് എവിടെ പോവാനാ? വീടിൻ്റെ ജനലോ വാതിലോ ഇളക്കി മാറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ കാണും. വേണ്ട, പോലീസിലൊന്നും പറയണ്ട, അതൊക്കെ ആകെ കുലുമാലാകും. പോലീസ് വേണ്ടേ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം. ഈ നെക്ലസ് എത്ര പവനുണ്ടായിരുന്നു? പവന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എന്താ ഡേവിസ് ചേട്ടാ കാര്യം? പോവാനുള്ളത് പോയില്ലേ? ആ, ഗോപിയേട്ടൻ വന്നല്ലോ. എന്ത് പറ്റി? ഡേവിസേട്ടനെ മുകളിൽ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. നെക്ലേസ് മോശം പോയത് അറിഞ്ഞിട്ട് വന്നതാണ് അളിയ. സുധാരണ ഇപ്പൊ വന്നു. അതൊക്കെ പിന്നെ പറയാ. അളിയൻ എന്താ ഇക്കാര്യം പോലീസിന്റെ അടുത്ത് പറയാതിരുന്നത്? ഒരു മിനിറ്റ്. അതെ, ഇപ്പോഴത്തെ പോലീസുകാരുടെ കാര്യം അറിയില്ലേ? അവർ വാദിയെ പ്രതിയാക്കി കളയും. മാത്രമല്ല, നെക്ലേസ് ഇവിടെ തന്നെ കാണുന്നേ, വേറെ ഇവിടെ പോവാനാ? വീട് മൊത്തം അരിച്ചു പെറുക്കി. പിന്നെ അത് ഇവിടെ പോയി കുറേയൊക്കെ ശ്രദ്ധ വേണം. ഭാഗ്യത്തിന് ഇവിടുത്തെ എസ്ഐന്റെ പരിചയക്കാരനാണ്. അങ്ങനെ ഏത് കള്ളനും സെക്കൻഡ് വെച്ച് പിടിക്കും. അപ്പൊ പോലീസിൽ പറഞ്ഞു അല്ലേ? വേറെന്താ വഴി? വിരലടയാളം പരിശോധിക്കുന്നവരും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. കള്ളം പോയാലും വിരലടയാളം അവിടെ തന്നെ കാണുമല്ലോ. എന്നാ പിന്നെ ഞാൻ പോവാം. ലേബേഴ്സിന് കൂലി കൊടുക്കണം, ഇപ്പൊ തന്നെ വൈകി. കൂലിയൊക്കെ പിന്നെ കൊടുക്കാം. പോലീസുകാർ വരും, വീട്ടുകാരനില്ലാതെ എങ്ങനാ? അതല്ല, എനിക്ക് ആട്ട വാങ്ങണം ചപ്പാത്തി ഉണ്ടാക്കാൻ. ആട്ട ഇവിടെ ഉണ്ട്, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി തരാം. വേറെ പ്രശ്നങ്ങളുണ്ട്.